ഹും, നീ എന്തിനാടി ഇവൻ്റെ കൂടെ നടക്കുന്നത്? എപ്പോൾ നോക്കിയാലും നീ ഇവൻ്റെ കൂടെ നടക്കുന്നതാണല്ലോ കാണുന്നത്. നിനക്കെന്താടി വേറെ പണിയില്ലേ? പോടി. ഇതാരാ പറഞ്ഞതെന്നറിയാമോ? നമ്മുടെ ചന്ദ്രമതിയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ദേവുവിൻ്റെ കൂടെയാണ്. നമ്മുടെ ദേവുവും അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തും കൂടി നടന്നു വരുമ്പോഴത്തേക്ക് നമ്മുടെ ദേവുവിൻ്റെ കൂടെ പറയുകയാണ്, നീ എന്തിനാണ് ഇവൻ്റെ കൂടെ നടന്നു വരുന്നത്? നിനക്ക് വേറെ പണിയില്ലേ? എപ്പോൾ നോക്കിയാലും നീ ഇവനെ ഒട്ടിപ്പിടിച്ച് നടക്കുന്നത് കാണാമല്ലോ എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ശ്രീകാന്തിനോട് പറയാണ്, എടാ നിനക്ക് വേറെ പണിയില്ലേ? പൊയ്ക്കോളണം ഇവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്തിനെ ഓടിച്ചു വിടുകയാണ് നമ്മുടെ ചന്ദ്രമതി. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഓടിച്ചു വിട്ടത്? എന്തായിരിക്കും അതിന് പിന്നിലെ കാരണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ആകാംക്ഷാഭരിതരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. അതിലേക്കൊക്കെ ഞാൻ വരാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരെ നമ്മുടെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ സുധീരുടെ അടുത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ മീര വന്നിട്ട് പറയാണ്, ശ്രുതിക്ക് ഒന്ന് കാണണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, എന്തിനാ എന്നെ കാണുന്നത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതിയും ഭാമയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ചോദിക്കുകയാണ്, എന്തിനാ നീ ഇവിടെ വന്ന് നിൽക്കുന്നത്? നീ ശ്രുതിയുടെ ഫ്രണ്ടല്ലേ? നിനക്കെന്താ ഈ മുറിയിൽ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ സുധിയെ ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ മീര. അപ്പോൾ ചന്ദ്രപതി ചോദിക്കണം, നീ എന്തിനാ സുധിയെ നോക്കുന്നത്? നിന്നോട് ഞാനല്ലേ ചോദിച്ചത്? അത് പിന്നെ ശ്രുതിയെ എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വെച്ചത്. എന്തിന്? അത് ശ്രുതിയെ അർജൻറ്റായിട്ട് ശ്രുതിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. എന്തിനാ കാണുന്നത്? അതെന്തിനാണെന്ന് എനിക്കറിയില്ല, എന്തോ സംസാരിക്കാനാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ചന്ദ്രമതി പറയാണ്, ഇനിയിപ്പോൾ എന്തായാലും വിവാഹം മുഹൂർത്തമൊക്കെ അടുത്തല്ലോ, ഇനി വിവാഹത്തിന് ശേഷമുള്ള സംസാരമൊക്കെ മതി, നീ പോയേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ മീര ഇറങ്ങി പോകുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയോട് ചോദിക്കുകയാണ്, ചന്ദ്രമതി ചോദിക്കുകയാണ്, എന്തിനാ ഇപ്പോൾ ശ്രുതിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അതെന്തിനാണെന്ന് എനിക്കറിയില്ല അമ്മേ. എന്തിനാണെന്ന് നിനക്കറിയില്ല അല്ലേ? ഇല്ലമ്മേ. എങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവളെന്തിനാ നിൻ്റെ മുറിയിൽ വന്നത്? പുള്ളിക്കാരത്തി പോയി അതിനുശേഷം. അപ്പോൾ ശ്രുതി പറയണം, അത് ശ്രുതി എന്തോ പറയാനായിട്ട് എന്നെ അങ്ങോട്ടേക്ക് വിളിക്കാനായിട്ട് പറഞ്ഞു വിട്ടു, അതിനാണ് മീര ഇങ്ങോട്ട് വന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണം, ഹെടാ മനുഷ്യനായാലേ കുറച്ച് വകതിരിവ് വേണം. നിൻ്റെ വിവാഹത്തിൻ്റെ മുഹൂർത്തം അടുത്ത ഈ സമയത്ത് ഈ പെണ്ണ് ഈ മുറിയിൽ നിൽക്കുന്നത് ആരെങ്കിലും കണ്ടിട്ട് വന്നാൽ എന്തെങ്കിലും മോശമൊക്കെ പറയില്ലേ? നിനക്ക് ഇത്രയ്ക്കുള്ള വിവേകമേ ഉള്ളോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ചന്ദ്രമതി. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം ഉണ്ടല്ലോ നമ്മുടെ ദേവുവും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മിയും മാല കെട്ടുകയാണ്, പൂമാല ഹാരങ്ങളൊക്കെ കെട്ടുകയാണ്. ക്ഷേത്രത്തിൽ കൂടി കൊടുക്കാനുള്ളതാണ്, ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ശ്രീകാന്ത് വന്ന് അടുത്തിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ദേവു പറയാണ്, മാല കെട്ടാൻ പഠിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അയ്യോ നമ്മക്കൊണ്ട് അതിനൊന്നും പറ്റില്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ദേവു ചോദിക്കുകയാണ്, ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്ന നേരത്തിനെ കെട്ടിപ്പടിച്ചാലേ ഭാര്യ വരുമ്പോഴേ വിവാഹമൊക്കെ കഴിഞ്ഞ് ഭാര്യ വരുമ്പോഴുണ്ടല്ലോ അവൾക്ക് മുടിയിൽ ചൂടാനുള്ള പൂവൊക്കെ തനിക്ക് കെട്ടിക്കൊടുത്തൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയാണ്, ഞാനെന്തിനാ കെട്ടിക്കൊടുക്കുന്നത്? തനിക്ക് താനേ അങ്ങ് കെട്ടിക്കൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ലക്ഷ്മിയുടെ കിളി പോവുകയാണ്. എന്താ ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് നമ്മുടെ ലക്ഷ്മി അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ശ്രീകാന്തിനോട് ലക്ഷ്മി ചോദിക്കുകയാണ്, അതെന്താ ശ്രീകാന്ത് നീ അങ്ങനെ പറഞ്ഞത് എന്ന് പറയണം. അപ്പോൾ ശ്രീകാന്ത് പറയണം, അല്ല ആൻറ്റി ഇവള് ചോദിച്ചില്ലേ എൻ്റെ ഭാര്യയായിട്ട് വരുന്ന പെൺകുട്ടിക്ക് പൂവ് മുടി ചൂടാനായിട്ട് കെട്ടിക്കൊടുത്തൂടെയെന്ന്. അത് പിന്നെ അവൾക്ക് കെട്ടിക്കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ, ഇവൾക്ക് എന്താ കെട്ടിക്കൊടുത്താൽ എന്നിങ്ങനെ പറയുകയാണ്. ഓ അങ്ങനെയോ എന്നിങ്ങനെ ലക്ഷ്മി ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ആ സമയത്തിന് നമ്മുടെ പേര് പോയി, നമ്മുടെ ദേവ് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ദേവ് പറയുകയാണ്, അതിനെ ഞാനെന്തിനാ കെട്ടിത്തരുന്നത്? നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ പൂ കെട്ടുന്നതിൻ്റെ എക്സ്പെർട്ടായിട്ടുള്ള ഒരാൾ എന്നിങ്ങനെ പറയുകയാണ്. എൻ്റെ രേവതി ചേച്ചി കെട്ടുന്നത് പോലെ അത്രയും സ്പീഡിലും ഭംഗിയിലും ആരെ കൊണ്ടും പറ്റില്ല കെട്ടാൻ. രേവതി ചേച്ചിയോട് പറഞ്ഞാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ദേവു. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ശ്രീകാന്ത് പറയാണ്, രേവതി ചേച്ചിക്ക് പൂ കെട്ടാൻ മാത്രമല്ല
ഏട്ടത്തി നന്നായിട്ട് പാചകം ചെയ്യും, ഏട്ടത്തിയുടെ പാചകം ഉണ്ടല്ലോ സൂപ്പറാണ് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ശ്രീകാന്ത് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ദേവ് പറയണം, എന്തായാലും ശ്രീകാന്തിൻ്റെ അത്ര നന്നാവില്ല രേവതി ചേച്ചി പാചകം ചെയ്താലേ എന്നിങ്ങനെ പറയണം. അപ്പോൾ ശ്രീകാന്ത് പറയണം, അതെന്താ കുശുമ്പ് പറയുകയാണോ താൻ? കുശുമ്പൊന്നുമല്ല, താനല്ലേ ഷെഫ്, അപ്പോൾ താൻ പഠിച്ചതും കൂടിയാണ്, അപ്പോൾ തനിക്ക് ഒരുപാട് വിഭവങ്ങളൊക്കെ വെക്കാൻ അറിയായിരിക്കുമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഉടനെ തന്നെ നമ്മുടെ നമ്മുടെ ശ്രീകാന്ത് പറയുകയാണ്, രേവതി ചേച്ചി വെക്കുന്നത് ഞാൻ വെക്കുന്നത് കണ്ടുകൊണ്ടിരിക്കണ്ട, താൻ നന്നായിട്ട് പാചകം ചെയ്യാനായിട്ട് പഠിക്കേ, അല്ലെങ്കിലേ തൻ്റെ ഹസ്ബൻഡായിട്ട് വരുന്ന ആളിനെ ഒന്നും വെച്ച് കൊടുക്കാൻ പറ്റാണ്ടാവും എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ ദേവു അപ്പം തന്നെ പറയാണ്, അപ്പോൾ ഉടനെ ദേവു പറയാണ്, വച്ച് വിളമ്പിത്തരാൻ താനില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ശ്രീകാന്തിനോട്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രീ അങ്ങ് ചിരിക്കുകയാണ്. പക്ഷെ അപ്പോഴേ ലക്ഷ്മി വയ്ക്കണേ, ദേവു നീ ഇതെന്ത് വർത്താനായി പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതേ അമ്മേ, ഇവൻ എൻ്റെ ഫ്രണ്ടല്ലേ, അപ്പോൾ എൻ്റെ ഹസ്ബൻഡായിട്ട് വരുന്ന ആളിന് ഇവന് തന്നെ വെച്ച് വിളമ്പി കൊടുത്തൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ലക്ഷ്മി ചോദിക്കുകയാണ്, എൻ്റെ ദേവു നിങ്ങൾ തമ്മിൽ ഇങ്ങനെയൊക്കെ തമാശയൊക്കെ പറയുന്നതുണ്ടല്ലോ, ചന്ദ്രമതി കേട്ടിട്ട് വന്ന അത് മതി, പിന്നെ രേവതിക്കായിരിക്കും സ്വസ്ഥത കൊടുക്കാത്തത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവു പറയാണ്, നമ്മൾ എന്തിനാ അമ്മ അവരെ ഇങ്ങനെ പേടിക്കുന്നത്, ആവശ്യത്തിന് മാത്രം മതി, ആവശ്യമില്ലാതെ ഇങ്ങനെ തൊഴുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു വിലയും കിട്ടാത്തത് എന്നിങ്ങനെ പറയുകയാണ്. അതേ സമയത്ത് നമ്മുടെ രേവതി ഉണ്ടല്ലോ പൂജാരി നിൽക്കുന്നിടത്തേക്ക് ചെല്ലുകയാണ്. പൂജാരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യണോ, എന്തൊക്കെ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പൂജാരി പൂ വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി പൂ കൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇത്ര മതിയോ പൂവ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പൂജാരി പറയുകയാണ്, ഇത് മതി, ഇത് തന്നെ ധാരാളം, ഇങ്ങോട്ട് വെച്ചേരും മോളെ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി ആവശ്യത്തിന് പൂവൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ പൂജാരി പറയുകയാണ്, ഞാനേ അതുവരെ ഒന്ന് പോയിട്ട് വരട്ടെ, മോളൊരു കാര്യം ചെയ്യും, ഈ വിളക്ക് അങ്ങ് കൊളുത്തി വെച്ചേരെ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി മണ്ഡപത്തിലിരുന്ന വിളക്ക് ഇങ്ങനെ ഇരുന്ന് കത്തിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി അത് കാണുകയാണ്. എൻ്റെ പൊന്നോ, ചന്ദ്രമതി ഒന്നൊന്നര വരവ് അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് നമ്മുടെ രേവതിയോട് ചോദിക്കണം, എടി നിന്നോട് ആരാടി പറഞ്ഞത് ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് വിളക്ക് കത്തിക്കാൻ? അപ്പോൾ ഉടനെ നമ്മുടെ രേവതി ഇങ്ങനെ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഉടനെ ചന്ദ്രമതി ചോദിക്കണേ, നിന്നെപ്പോലെ രാശികെട്ട ഒരുത്തിയാണോടി എൻ്റെ മകൻ്റെ കല്യാണത്തിന് നിലവിളക്ക് കൊളുത്തേണ്ടത്? നിന്നെ തന്നെ ദാരിദ്ര്യം പിടിച്ച നിന്നെ തന്നെ കൊണ്ടുവന്നതിന് ശേഷം എൻ്റെ കുടുംബം ആകെ നശിച്ച് കുട്ടിച്ചോറായി, എന്നിട്ട് ഇനി ഇവൾ നാണോ മാനോ ഇല്ലാതെ വിളക്ക് കൊളുത്താൻ കയറിയിരിക്കുന്നു. എടി ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോടി നിനക്ക് സാമാന്യ മര്യാദ എന്താണെന്ന് അറിയില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഭാമയ്ക്ക് അത് കേൾക്കുമ്പോൾ വിഷമാവുകയാണ്. ഭാമ പറയുകയാണ് ചന്ദ്രയോട്, ചന്ദ്ര ഒന്നും മിണ്ടാതിരിക്കുക ചന്ദ്രയെ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കണം. ഒന്ന് വെറുതെ ഇരിക്കും ഭാമേ, ഇവള് കണ്ടില്ലേ, ഇവൾ എൻ്റെ മകൻ്റെ ജീവിതം വെച്ചാ കളിക്കാനായിട്ട് നോക്കിയത്, ഇവളുടെ ഈ കൈ കൊണ്ട് തൊടുന്ന സാധനം ഉണ്ടല്ലോ എഴുമ്പേറത്തില്ല, അത്രയ്ക്ക് രാശി കെട്ടവളാ ഇവള് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. രേവതി നിന്ന് കരയാണ്, മണ്ഡപത്തിൽ നിന്ന് നന്നായിട്ട് സങ്കടപ്പെട്ട് കരയാണ് നമ്മുടെ രേവതി. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രേവതി സങ്കടത്തോടു കൂടി ഭാമയെയും ഇടയ്ക്ക് നോക്കുന്നുണ്ട്. ഇറങ്ങടി, ഓടി അവിടെ നിന്ന് ഇറങ്ങടി എൻ്റെ മണ്ഡപത്തിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് വാവലിച്ച് കീറുകയാണ് നമ്മുടെ ചന്ദ്രമതി. അങ്ങനെ നമ്മുടെ രേവതി മണ്ഡപത്തിൽ നിന്ന് അങ്ങ് താഴേക്ക് ഇറങ്ങുകയാണ്. താഴേക്ക് ഇറങ്ങിയിട്ട് കരഞ്ഞുകൊണ്ട് നടന്നങ്ങ് പോവുകയാണ്. അങ്ങനെ നടന്ന് കുറച്ച് ദൂരം മുന്നോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ചന്ദ്രമതിയും അതുപോലെ നമ്മുടെ ഭാമയും അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ തിരുമേനി ചോദിക്കുകയാണ്, എന്താ മോളെ, എന്താ നീ പെട്ടെന്നങ്ങ് പോയത്, വിളക്കൊക്കെ കൊളുത്തിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പൂജാരിയോട് നമ്മുടെ രേവതി പറയുകയാണ്, ഇല്ല ഞാൻ കൊളുത്തിയിട്ടില്ല. അതെന്താ കൊളുത്താഞ്ഞത്? അത് അവർ പറഞ്ഞു കൊളുത്തണ്ട എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഉടനെ പോറ്റിക്ക് സംഭവം മനസ്സിലായി, നമ്മുടെ ചന്ദ്രമതിയുടെ വേലത്തരങ്ങളാണിതെന്നൊക്കെയുള്ള കാര്യം. അങ്ങനെ നമ്മുടെ പോറ്റി അവിടേക്ക് വരികയാണ്. എന്നിട്ട് പൂജ ചെയ്യാനായിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ചന്ദ്രമതി ചെന്നിട്ട് ചോദിക്കുകയാണ്, ഈ വിളക്കൊക്കെ കൊളുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറഞ്ഞൂടെ, അവളെ എന്തിനാ വിളിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പൂജാരി പറയാണ്, രേവതി മോളാണ്, ഓർമ്മ വെച്ച കാലം മുതൽക്ക് രേവതി മോള് ഈ ക്ഷേത്ര പരിസരത്താണ് കളിച്ചു വളർന്നത്. പിന്നെ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന കല്യാണങ്ങൾക്കൊക്കെ വിളക്ക് കൊളുത്തുന്നതും പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി തരുന്നതും രേവതി മോളാണ്. അതുകൊണ്ടാണ് രേവതി മോളോട് ചെയ്യാൻ പറഞ്ഞത്, അതിനെന്താ കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണം, ഇവളുടെ കൈ കൊണ്ട് വിളക്ക് കൊളുത്തി കല്യാണം നടത്തിയ ആ കല്യാണങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്തോ,
അത്രയ്ക്ക് രാശി കെട്ടവളാ ഇവള് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ തിരുമേനി പറയുകയാണ്, ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഇവിടെ നിന്നുകൊണ്ട് പറയാൻ പാടില്ല. കാരണം ഇതൊരു ക്ഷേത്ര പരിസരമാണ്. മാത്രമല്ല നല്ലൊരു കർമ്മം നടക്കാനായിട്ട് പോകുന്ന സമയത്താണ് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയാണ്, ഈ വിളക്ക് കൊളുത്തുന്നതാണല്ലോ പ്രശ്നം, ഞാൻ തന്നെ ഇത് കൊളുത്തിയേക്കാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി കയറുകയാണ്. എന്നിട്ട് എൻ്റെ പൊന്നോ, ചന്ദ്രമതി ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ വിളക്ക് കത്തിക്കാനായിട്ട് ഒരു തീപ്പെട്ടി എടുത്ത് ഉരയ്ക്കുന്നു, രണ്ടാമത്തെ ഉരയ്ക്കുന്നു, മൂന്നാമത്തെ ഉരയ്ക്കുന്നു. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ഉരച്ചോണ്ടേ ഇരിക്കുന്നു. ഒരു രക്ഷയില്ല, വിളക്ക് കത്തിക്കാൻ പറ്റുന്നില്ല, വിളക്ക് കത്തുന്നില്ല. തിരി ഒന്നുകിൽ അങ്ങ് അണഞ്ഞു പോകുന്നു. പിന്നെ ഒരു തവണ നമ്മുടെ ചന്ദ്രമതിയുടെ കൈ പൊള്ളി. ചന്ദ്രമതി ആണെങ്കിൽ ഒരിത്തിരി കൈ പൊള്ളിയപ്പോൾ തന്നെ അയ്യോ എൻ്റെ കൈയേ, അയ്യോ എൻ്റെ കൈ പൊള്ളിയേ, വേദന ഞാൻ എങ്ങനെ സഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. ഭാമയ്ക്ക് അത് കാണുമ്പോൾ ചിരി വരികയാണ്. ഭാമ ഇങ്ങനെ മറിഞ്ഞു നിന്ന് ചന്ദ്രമതി കാണാതെ ചിരിക്കുകയാണ്. അപ്പോൾ പൂജാരി ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതിയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. പൂജാരിക്ക് സംഭവം മനസ്സിലായി. കാരണം രേവതിയെ അത്രയും വേദനിപ്പിച്ച് പറഞ്ഞയച്ചത് ഭഗവതിക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ആ ഒരു ഇതിൽ നമ്മുടെ പൂജാരി ഇങ്ങനെ ചന്ദ്രമതിയെ തന്നെ ആവശ്യം തന്നെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ സമയം നമ്മുടെ ചന്ദ്ര ട്രൈ ചെയ്യുകയാണ് വിളക്ക് എത്തിക്കാനായിട്ട്. പറ്റാതിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവുകയാണ് എന്നും പറഞ്ഞിട്ട് ഇറങ്ങി അങ്ങ് പോവുകയാണ്. അതേസമയം നമ്മുടെ ശ്രുതി ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മീര പറയാണ്, എടി നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാതെ നീ ആദ്യം ഈ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്, എന്നിട്ട് ആഭരണങ്ങളൊക്കെ അണിയേ, അവരൊക്കെ ഇപ്പം നിന്നെ വിളിക്കാൻ വരും, അപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയണേ, ഇല്ല മീരെ, എനിക്ക് എല്ലാം തുറന്നു പറയണം ശ്രുതിയോട്. അതിനുശേഷം ശ്രുതി എന്നെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഞാൻ റെഡി ആവുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മീര പറയാണ്, ഇത് നിന്റെ അനാവശ്യമായിട്ടുള്ള വാശിയാ, എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നത്, നീ പെട്ടെന്ന് റെഡിയാവും. ഇല്ല മീരെ, ഞാൻ ഈ ആഭരണങ്ങളും ഈ വസ്ത്രങ്ങളും ഒക്കെ അണിഞ്ഞു നിൽക്കുന്ന സമയത്തിന് അയാൾ വന്ന് പറഞ്ഞ് എല്ലാ സത്യങ്ങളും അറിയുമ്പോഴത്തേക്ക് ഞാൻ എല്ലാവരുടെയും മുന്നിൽ പരിഹസിക്കപ്പെടും. വേണ്ട, എന്തായാലും എനിക്കിനി പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ്. ഞാൻ ഇതെല്ലാം ശ്രുതിയോട് തുറന്നു പറയും എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ശ്രുതി, പേരൊക്കെ പോയി. ശ്രുതി അങ്ങനെ എന്ത് ചെയ്തുന്നു, ശ്രുതി ഫോൺ വിളിക്കുകയാണ്. ഫോൺ വിളിച്ചിട്ട് നമ്മുടെ ശ്രുതി എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് ശ്രുതിയുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. ശ്രുതി പറയുകയാണ്, ശ്രുതി നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിന്നെ വഞ്ചിക്കാനൊന്നും എനിക്ക് വയ്യ. കുറേ നാളായിട്ട് നിന്നോട് പറയാതെ ഞാൻ എൻ്റെ മനസ്സിൽ അടക്കി ഒതുക്കി വെച്ചിരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നീ അറിയണം. അതെല്ലാം അറിഞ്ഞതിന് ശേഷം നിനക്ക് എന്നെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നീ എന്നെ സ്വീകരിച്ചാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ശ്രുതി പറയുകയാണ്, ശ്രുതി ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് 10-17 വയസ്സുള്ള സമയത്ത് എൻ്റെ അമ്മ എന്നെ പ്രായം ചെന്ന ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അയാളുടെ കൂടെ ഞാൻ ജീവിച്ചതിൽ എനിക്കൊരു കുട്ടിയുണ്ട്. അന്ന് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആദി എന്ന് പേരുള്ളൊരു കുട്ടി, അവൻ എൻ്റെ കുട്ടിയാണ്, ഞാൻ പ്രസവിച്ച മോനാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് മാത്രമല്ല ശ്രുതി, ഞാൻ നീ വിചാരിക്കുന്നത് പോലെ അത്രയും കോടീശ്വരിയൊന്നുമല്ല, ഞാനൊരു സാധാരണ പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണ്. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നിന്നോട് തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുകയാണ്. കാരണം എനിക്ക് നിന്നെ വഞ്ചിക്കണം എന്നില്ല, എനിക്ക് നീയായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം നിനക്ക് എന്നെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് വിവാഹിതരാകാം എന്നിങ്ങനെ പറയുകയാണ് ശ്രുതി. പക്ഷേ ശ്രുതിയുടെ ഭാഗത്ത് നിന്ന് ഒരു മൂളി കേട്ടലോ ഒന്നുമില്ല. ശ്രുതി പറയുന്നത് മാത്രമാണ് കാണിക്കുന്നത്. അതിനുശേഷം ഫോൺ കട്ടാവുകയാണ്. അപ്പോൾ മീര ചോദിക്കുകയാണ്, എന്താ അയാൾ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല മീരെ, ഫോൺ കട്ട് ചെയ്തു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, എന്തായാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിക്കുകയാണ്. വിളിക്കുമ്പോഴത്തേക്ക് ശ്രുതി പറയുകയാണ്, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, പിന്നെ സ്വിച്ച്ഡ് ഓഫ് ആണ് പറയുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മീര പറയുകയാണ്, എന്തായാലും നീ പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലോ, ഇനി നിനക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ്, എനിക്ക് എന്നാലും ടെൻഷൻ തന്നെയാണ്, ഇനി എന്താവുമെന്നോ എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ രേവതി മണ്ഡപത്തിൽ നിന്നും ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് രവീന്ദ്രനും ഉണ്ട്. ആ സമയത്തിന് തന്നെ നമ്മുടെ അച്ചമ്മയുണ്ട്. രവീന്ദ്രൻ ചോദിക്കുകയാണ്, മോളെ ഒരുക്കങ്ങളൊക്കെ എല്ലാം റെഡി ആയിട്ടില്ലേ? എല്ലാം ആയി അച്ഛ എന്നിങ്ങനെ പറയാണ്. പിന്നെ പെട്ടെന്ന് മോള് ചെന്നിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ല്. ശ്രുതിയുടെ അടുത്ത് വേറെ ആരും ഉണ്ടാവില്ലല്ലോ, നീയല്ലേ ഇപ്പോൾ അവൾക്ക് തരക്കാരിയായിട്ടുള്ളത്, അങ്ങോട്ടേക്ക് ചെല്ലു മോളെ, അവൾ ഒരുങ്ങിയല്ലേ എന്നിങ്ങനെ പറയുകയാണ്. ശരി അച്ഛാന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി ആ ഭാഗത്തേക്ക് പോവുകയാണ്.
ആ ഭാഗത്തേക്ക് പോകുന്നതായിട്ട് കാണിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രേവതി ചെന്നിട്ട് അതേസമയം ശ്രുതിയും മീരയും കൂടി ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്. അപ്പോൾ മീര ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി സത്യത്തിൽ ഈ ഒരു സംഭവത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഇത്രയും ടെൻഷൻ എനിക്ക് നേരത്തെ തോന്നിയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് എന്നിങ്ങനെ മീര പറയുകയാണ് നമ്മുടെ ശ്രുതിയോട്. അപ്പോൾ ശ്രുതി പറയുകയാണ്, ഇനിയിപ്പോൾ ശ്രുതി എന്താണോ എന്തോ തീരുമാനിച്ചത്, ശ്രുതിയുടെ ഭാഗത്ത് നിന്നും ഒരു കോള് പോലും ഇതുവരെ വന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ മീര പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ് ശ്രുതി, നീ ഒന്നുകൂടി ശ്രുതിയെ വിളിക്കേ, എന്നിട്ട് നീ ഇവിടെ നിൽക്കണോ വേണ്ടേ, വിവാഹം നടക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നീ ചോദിക്കേ എന്നിങ്ങനെ പറയുകയാണ്. അല്ലാതെ പിന്നെ നമ്മൾ എന്തിനാ ഇങ്ങനെ വെറുതെ നിൽക്കുന്നത്, ഇനി വിവാഹം നടക്കില്ലെന്ന് നമ്മൾ പറയുന്നെങ്കിൽ നമുക്ക് അതിനു മുമ്പ് ഇവരെയൊക്കെ ഫേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ നിന്ന് പോവാമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി ഫോൺ എടുക്കുകയാണ്. ശ്രുതിയെ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുന്ന സമയത്തിന് ഫോൺ റിങ് ചെയ്യുന്നില്ല. അപ്പോഴത്തേക്ക് വാതിൽ ഇങ്ങനെ തട്ടുന്ന ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ വാതിൽ തട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ മീര ശ്രുതിയോട് പറയുകയാണ്, ആ ശ്രുതി ദേ അയാളാണെന്ന് തോന്നുന്നു, ദേ വാതിൽ തുറന്നു കൊടുക്ക് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ പറയാണ്, അയ്യോ ഇനി എന്താവോ എന്തോ പറയുന്നത്, എനിക്കെന്തോ പേടിയാവുന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ മീര പറയണേ, പേടിച്ചിട്ട് വല്ല കാര്യമുണ്ടോടി, നീ ചെന്ന് ധൈര്യമായിട്ട് വാതിൽ തുറന്നു കൊടുക്ക് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ വാതിൽ തുറക്കുന്നില്ല. വാതിലിൻ്റെ അടുത്ത് വരാതെ തന്നെ നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ്, ആരാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി കതവിൽ തട്ടിയിട്ട് പറയുകയാണ്, രേവതിയാണ് തട്ടുന്നത്. രേവതി പറയുന്നത്, ഇത് ഞാനാ രേവതി എന്ന് പറയുമ്പോൾ നമ്മുടെ മീരയ്ക്കും ശ്രുതിക്കും സമാധാനമാവുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, എന്താ കാര്യം, അല്ല അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഒരുങ്ങിയോന്ന് ഒന്ന് വന്ന് നോക്കാൻ പറഞ്ഞു, ഒരുങ്ങിയൊക്കെ കഴിഞ്ഞോ എന്നിങ്ങനെ രേവതി ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണ, കഴിഞ്ഞൊന്നുമില്ല, ഒരുങ്ങാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയണം. ആ സമയം വളരെ കുറച്ചേ ഉള്ളേ, പെട്ടെന്ന് ഒരുങ്ങണേ, ഞാൻ ഇവിടെ നിൽക്കാം കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ രേവതി. അങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് മീര പറയുകയാണ്, നീ വിഷമിക്കുകയൊന്നും വേണ്ട, വിഷമിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയണം, വിഷമിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, സുധി അവിടെ തന്നെ ഉണ്ടോ, സുധി ഒരുങ്ങിയോ എന്നൊക്കെ ഒന്ന് രേവതിയോട് വിളിച്ച് ചോദിക്കാം. അപ്പോൾ അറിയാനാവുമല്ലോ അയാളുടെ മുന്നോട്ടുള്ള നീക്കം എന്താണെന്ന്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒരുങ്ങി എന്ന് പറയുകയാണെങ്കിൽ വിവാഹത്തിന് തടസ്സമൊന്നുമില്ല, അയാൾ ഇതാരോടും പറയില്ലെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതേസമയം ഒരുങ്ങാതെ ഇരിക്കുകയാണെങ്കിലാണ് നമുക്ക് സൂക്ഷിക്കേണ്ടത് എന്നിങ്ങനെ പറയാണ് മീര. എന്നിട്ട് മീര രേവതിയോട് വിളിച്ചു ചോദിക്കുകയാണ്, രേവതി എന്നിങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ രേവതിയുടെ അനക്കൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ശ്രുതിയാണ് പിന്നെ വിളിക്കുന്നത്. ശ്രുതി ചോദിക്കുകയാണ്, രേവതി, ഞാനിവിടെ ഉണ്ട്, എന്താ, അത് പിന്നെ സുധി ഒരുങ്ങിക്കഴിഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയണേ, ഇല്ല ഒരുങ്ങിയിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ആകെ എന്താ കാറ്റുപോയ ബലൂൺ പോലെ ആവുകയാണ് നമ്മുടെ ശ്രുതി ഉടനെ നമ്മുടെ മീരയോട് പറയാണ്, ദേ സുധി ഇതുവരെയും ഒരുങ്ങിയിട്ടില്ല, അപ്പോൾ അവന് ഈ വിവാഹത്തിന് താല്പര്യമില്ലായിരിക്കും, അല്ലെങ്കിൽ പിന്നെ സുധി എപ്പോഴേ ഒരുങ്ങുമായിരുന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മീരയുടെ അടുത്ത് ഭയങ്കര ടെൻഷൻ, ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. അതേ സമയത്ത് നമ്മുടെ ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ അതിനു മുമ്പായിട്ട് നമ്മുടെ ചന്ദ്രമതിയും, അതായത് വിവാഹ മണ്ഡപത്തിൻ്റെ തൊട്ട് മുന്നിൽ, മണ്ഡപം എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ വിവാഹം കഴിക്കാനുള്ള ഒരു കുഞ്ഞൊരു സെറ്റപ്പ് എന്ന് പറയുന്ന വേറൊന്നുമല്ല, ഒരു കാവണം എന്നൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തുമ്പോൾ ആ വധുവും വരനും ഇരിക്കുന്ന ചെറിയൊരു മണ്ഡപം ഉണ്ടല്ലോ, അതിന് നമ്മളിവിടെയൊക്കെ കാവണം എന്നാണ് പറയുന്നത്. അങ്ങനെ അതിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് നമ്മുടെ എന്താണ് പറയുന്നത്, നമ്മുടെ ചന്ദ്രമതിയും ഭാമയും അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനും അച്ചമ്മയും കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ചന്ദ്രമതി ദൂരേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീകാന്തും അതുപോലെ നമ്മുടെ ദേവവും കൂടി വിവാഹ ഹാരം കഴുത്തിലിട്ടിട്ട് ഇങ്ങനെ നടന്നു വരുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ ഇത് കണ്ട ഉടനെ നമ്മുടെ ചന്ദ്രമതി, അയ്യോ എല്ലാം പോയി എനിക്കെല്ലാം നഷ്ടപ്പെട്ടേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയണം. അപ്പോൾ ഭാമ ചോദിക്കണേ, നീ എന്തിനാടി ചന്ദ്ര കരയുന്നത്, എന്താ ഇപ്പം നഷ്ടപ്പെട്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ചന്ദ്രമതി പറയണേ, എൻ്റെ മോൻ്റെ ജീവിതം നശിച്ചേ, പൂക്കാരികളെല്ലാം കൂടെ എൻ്റെ കുടുംബത്ത് കയറി നിരങ്ങാൻ പോണേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഇങ്ങനെ നമ്മുടെ അച്ചമ്മ ചോദിക്കണേ, എന്താ ചന്ദ്രേ നിനക്ക് എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയാണ്, കണ്ടില്ലേ എല്ലാവരും ഇവൻ ദേ അവളുടെ കഴുത്തിൽ മാലയിട്ട് വരികയാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ രവീന്ദ്രൻ ചോദിക്കണേ, നിനക്കെന്താ ചന്ദ്രേ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ, ആരുടെ കഴുത്തിൽ മാലയിട്ട് വന്നു എന്നാ നീ പറയുന്നത്, നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് കാണാൻ മേലേ, നിങ്ങൾ നോക്ക് എന്നിങ്ങനെ പറയണം. നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ
നമ്മുടെ ശ്രീകാന്തിൻ്റെ കയ്യിൽ ഇങ്ങനെ മാല ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. പിന്നെ വിവാഹം കഴിക്കാനുള്ള ഹാരം നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ ഒരെണ്ണം കയ്യിൽ തൂക്കിക്കൊണ്ടുവരുന്നു. അതുപോലെ ദേവുവിൻ്റെയും കയ്യിൽ തൂക്കിക്കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മുടെ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ്, ഇതാണോ നീ ഈ പറയുന്നത്? ഇത് കണ്ടിട്ടാണോ നീ ഇവിടെ കിടന്ന് വിളിക്കുന്നത്? അവർ മാല ശ്രീകാന്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാല ഒരെണ്ണം ദേവും കൂടി പിടിച്ചു എന്നേ ഉള്ളൂ. അതിന് നീ എന്തിനാ ഇങ്ങനെ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. നോക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതിക്ക് മനസ്സിലാവുകയാണ്, ചന്ദ്രമതിക്ക് പെട്ടെന്ന് കിളി പോയതാണെന്നുള്ള സംഭവം ചന്ദ്രമതിക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചന്ദ്രമതി ചോദിക്കുകയാണ്, എടാ എന്താടാ ഇതിൻ്റെയൊക്കെ അർത്ഥം? എന്താ അമ്മേ, നീ എന്താടാ ഈ ഹാരം ഒരെണ്ണം ഇവളുടെ കയ്യിൽ കൊടുത്തതിൻ്റെ കാര്യം എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ശ്രീകാന്ത് പറയുകയാണ്, അതമ്മേ വേറൊന്നുമല്ല, ഇത് നല്ല വെയിറ്റ് ഉണ്ടമ്മേ. അപ്പോൾ ഒരെണ്ണം ദേവുവിൻ്റെ കൊടുത്തന്നേ ഉള്ളൂ. എടാ, ഇത് വിവാഹം കഴിക്കുന്ന പെണ്ണിനും ചെറുക്കനും കൂടി മാറി ഇടാനുള്ളതാണ് ഈ മാലയെന്ന് പറയുന്നത്. ഇത് നിങ്ങൾ രണ്ടുപേരും കൂടിയാണോ കയ്യിൽ കൊണ്ട് നടക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി പറയുന്നത്, ഇനി നിങ്ങൾ കൂടുതൽ സമയമൊന്നും ഇത് വെക്കണ്ട, ഇങ്ങോട്ട് തന്നേരെ എന്ന് പറഞ്ഞ് ചന്ദ്രമതി അത് വാങ്ങിക്കുകയാണ്. എന്നിട്ട് അത് പൂജാരിയുടെ അടുത്തേക്ക് ആ മണ്ഡപത്തിൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്ന സമയത്തിന് പൂജാരി പറയാണ്, ഇവിടെ ഈ ക്ഷേത്രത്തിൽ രേവതി മോളും അമ്മയൊക്കെ കെട്ടുന്ന ഹാരം പോലെ അത്രയും നല്ല ഹാരം വേറെ എങ്ങും വാങ്ങിക്കാൻ കിട്ടില്ല, അത്രയ്ക്ക് നല്ല ഹാരമാണിത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതി പറയാണ്, ഓ പിന്നെ അത്രയ്ക്ക് ഭയങ്കര ഹാരം, ഇൻ്റർനാഷണൽ ലെവലിൽ മത്സരിക്കാൻ പോയിട്ട് വരുന്ന ഹാരമില്ലേ, അത്രയ്ക്ക് ഭയങ്കര ഹാരമില്ലേ, ഇവിടെ നിന്ന് അങ്ങോട്ട് വിദേശത്തേക്കൊക്കെയാണ് ഇവളുമാരുടെ ഹാരം കയറ്റി അയക്കുന്നത് എന്നൊക്കെയുള്ള അനാവശ്യ ടോക്കുകളൊക്കെ പറയുകയാണ് നമ്മുടെ ചന്ദ്രമതി. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറയാണ്, ഈ ഹാരത്തിനൊന്നും ഒരു കുഴപ്പമില്ല, എത്ര നല്ല ഭംഗിയായിട്ടാണ് ഇവരിത് കെട്ടിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഉടനെ നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്, ഓ ഇതിനേക്കാളും നല്ല ഹാരങ്ങൾ, ഇതിനേക്കാളും വില കുറച്ച് വിൽക്കുന്ന കുറേ കടകളൊക്കെ എനിക്കറിയാം. പിന്നെ നിങ്ങൾക്ക് ഇവരുടെ ഹാരം മതി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ ഒന്നും പറയാതിരുന്നത് എന്നിങ്ങനെ ചന്ദ്രമതി പറയാണ്. ഇവരൊക്കെ നല്ല മനസ്സോടുകൂടിയൊന്നും അല്ല ചെയ്യുന്നത്, നശിച്ച് പോണേന്ന് പറഞ്ഞായിരിക്കും ചെയ്യുന്നത് എന്നിങ്ങനെ പറയണം. അപ്പം അച്ഛമ്മ പറയണേ, ദേ ചന്ദ്രമതി നല്ലൊരു ദിവസമായിട്ട് മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം എന്ന് വെച്ചാൽ നമ്മുടെ ശ്രീകാന്തും അതുപോലെ തന്നെ നമ്മുടെ ദേവുവും കൂടി നടന്നു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പിന്നാലെ ചെല്ലുകയാണ്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ കയറിയിട്ട് ഇങ്ങനെ തട്ടി ഇങ്ങ് മാറ്റുകയാണ് രണ്ടുപേരെയും. അതിനുശേഷം ചന്ദ്ര പറയാണ്, എന്താടാ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നിന്റെ ചേട്ടൻ്റെ വിവാഹമല്ലേ ഇവിടെ നടക്കാൻ പോകുന്നത്, നിനക്ക് അവനെ ഒന്ന് ഒരുങ്ങാനൊക്കെ സഹായിച്ചൂടെ? നീ എന്തിനാണ് ഈ പെണ്ണിൻ്റെ പുറകെ നടക്കുന്നത് നേരവും? അത് അമ്മേ നീ കൂടുതലൊന്നും പറയണ്ട, പോടാ, എടാ നിന്നോട് പോവാനാണ് പറഞ്ഞത്, പോടാ. അപ്പോഴേ തന്നെ നമ്മുടെ ശ്രീകാന്ത് പോവുകയാണ്. എന്നിട്ട് ദേവുവിനെ നോക്കിയിട്ട് പറയണ, എന്താ നീ എന്തിനാടി അവൻ്റെ പിന്നാലെ എപ്പോഴും നടക്കുന്നത്? എപ്പോഴും നോക്കിയാലും നീ അവൻ്റെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയണേ. ദേവ് പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. ദേവ് എന്തോ നല്ല ഗുണത്തിലാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് പകരം മറുപടി പറയാഞ്ഞത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഹൈഡ്രജൻ ബോംബ് പൊട്ടുന്നത് പോലെ തന്നെ നമ്മുടെ ദേവുവിൻ്റെ വായിന്ന് കേട്ടാനേ. ദേവ് എന്തായാലും ക്ഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയണേ, നീ എന്തിനാ എപ്പോഴും അവൻ്റെ പുറകെ നടക്കുന്നത്, പോടി, പോവാൻ എന്നിങ്ങനെ പറയണം. അപ്പം തന്നെ നമ്മുടെ ദേവു അങ്ങ് പോവുകയാണ്. അങ്ങനെ ചന്ദ്രമതി അവർ പോയി കഴിയുമ്പോഴത്തേക്കും അവരെ നോക്കി ഇങ്ങനെ തുറച്ചിങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. കമൻറ്റുകളാണ് സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാനുള്ള ആ ഒരു പ്രേരണ ഉണ്ടാക്കുന്നത്, വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ആ ഒരു സന്തോഷം, ആ ഒരു ത്വരയൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ കമൻറ്റുകളാണ്. നിങ്ങൾ എന്തായാലും തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നെങ്കിലും നിങ്ങളൊന്ന് ചെയ്യണം. എന്തായാലും ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവും പ്രമോ വീഡിയോയുമായിട്ടൊക്കെ രാത്രി ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.